എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കൂമ്പും ഉണക്ക ചെമ്മീൻ പൊടിയും കൂടെ ഇട്ടാണ് ഒരു തോരൻ, പിന്നെ ഒരു കത്തിരിക്ക പുളിയും, ഇത് രണ്ടുമാണ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ആദ്യം കൊഞ്ച് ഉണക്ക ചെമ്മീൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിൽ വെച്ച് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കണം. അത് വേകുന്ന നേരത്തിന് നമുക്ക് കൂമ്പ് തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കണം. ആകുമ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. പൊട്ടുന്ന നേരത്തിന് വറ്റൽമുളക് ഇടണം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടണം. അതിലേക്ക് നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കണം. കൂമ്പ് കിട്ടുമ്പോൾ എല്ലാ കൂമ്പും ഇട്ട് വയ്ക്കരുത്. ചില കൂമ്പുകൾ ഭയങ്കര കയ്പ്പായിരിക്കും. സവാള, പകുതി സവാള നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് ഉപ്പും ഇട്ട്, ഉണക്ക ചെമ്മീനിൽ ഉപ്പിട്ടിട്ടില്ല, ഇതിൽ ഉപ്പിടുന്നതുകൊണ്ട് ഉപ്പും ഇട്ട് ഒരു മിനിറ്റ് അടച്ച് വെക്കണം. നമ്മൾ കൂമ്പിട്ട് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണ തടവി നമ്മൾ കറ എടുത്തതിന് ശേഷം, ഇത് വലിയ കറയില്ല, ചെറിയ കൂമ്പാണ്, ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. വീഡിയോ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് കൂമ്പ് അരിയുന്നതെന്ന് കാണിക്കാത്ത. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് വേകാൻ അനുവദിക്കണം. നേരത്തിന് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ, ഇവിടെ അധികം ആളില്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഞങ്ങൾ പെരിഞ്ചീരകം എല്ലാ തോരത്തിനും ചേർക്കൂല, കൂമ്പിന് ഇതൊക്കെ പെരിഞ്ചീരകം ചേർക്കും, അല്ലെങ്കിൽ ചെറുജീരകമാണ് ഞങ്ങൾ ചേർക്കുന്നത്. വെളുത്തുള്ളി, പെരിഞ്ചീരകം, പച്ചമുളക് ചുവന്ന് പോയി കുഴപ്പമില്ല, ഇത്രയും കൂടെ ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരണം. നമ്മൾ തോരത്തിന് അരയ്ക്കുന്ന പരുവത്തിന് കൊണ്ടുവരണം. ഞാനത് അരച്ചു കൊണ്ടുവന്നു. അരപ്പ് ഇവിടെ റെഡിയായി. നേരത്തിന് നമുക്ക് വേവിച്ച് വെച്ച കൊഞ്ചെടുത്ത് നമ്മൾ ഉണക്ക കൊഞ്ച് അതെടുത്ത് നമ്മൾ ഈ കൂമ്പ് വെന്തിരിക്കുന്നതിലോട്ടിടണം. കൂമ്പ് സവാളയും കൂടെ വേവിച്ച് ഉപ്പൊഴിച്ച് വേവിച്ചത് അതിലോട്ടിടണം. നല്ല ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇടണം. നല്ല ടേസ്റ്റാണ്. മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് മീനില്ലാത്ത ദിവസം ഒരു ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെച്ച് നോക്കണം. നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അല്പം പച്ച കറിവേപ്പില കൈ കൊണ്ട് നല്ലവണ്ണം ഞെരടി ഇടണം. എങ്കിൽ മാത്രമേ ഒരു ടേസ്റ്റ് കാണുള്ളൂ. ഇനി എണ്ണ ഒഴിക്കണം. നമ്മൾ എണ്ണയിലല്ലേ വേവിച്ചത്. കൂമ്പും ഉണക്ക ചെമ്മീനും കൂടെ തോരൻ ഇവിടെ റെഡി. വെച്ച് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് അടുത്ത് കത്തിരിക്ക പുളി. അതിന് വേണ്ടി കത്തിരിക്ക നല്ലവണ്ണം കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് ആ കറ പോകുമ്പോൾ ഒരു ചട്ടിയിലിടണം. ആവശ്യത്തിനെടുക്കാം കത്തിരിക്ക. പിന്നെ സവാള നൈസായിട്ട് അരിഞ്ഞ് ഒരു സവാള അതിലോട്ടിടണം. ഈ പച്ചമുളക് തന്നെ ഇടണം, രണ്ടായിട്ട് കീറിയിടണം. ഇവിടെ ഇപ്പം ഈ പച്ചമുളക് തീർന്നു പോയി, അതുകൊണ്ട് ഇവിടെ ഒന്നേ ഞാൻ ഇട്ടോളൂ, എരിവനുസരിച്ച്. എന്നിട്ട് ഉപ്പിടണം. അതിനുശേഷം അതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണം. വറ്റൽമുളക് കുതിർത്ത് അതും പെരിഞ്ചീരവും കൂടെ അരയ്ക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇപ്പം മുളക് പൊടി എൻ്റെ കയ്യിലുള്ളൂ, അതും
അല്പം പുളിയും കൂടെ അരയ്ക്കണം. മുളക് പൊടി, പെരിഞ്ജീരകം, സ്വല്പം പുളി. വറ്റൽ മുളക് കുതിർത്തരയ്ക്കണം നല്ലതാണ്, പക്ഷേ എൻ്റെ ഇവിടെ പൊടിയേ ഉള്ളൂ. അപ്പം ഇതൊന്ന് അല്പം വെള്ളം വീത്തി ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ. ഇതിലോട്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പൊഴിക്കണം. അരപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം പച്ച കറിവേപ്പിലയും കൂടെ ഇടണം. അല്പം കൂടെ ഇതൊന്ന് വേഗത്തെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം, വേഗം വേണ്ട. ഇതിനെ നമ്മൾ ഗ്യാസിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വേവിക്കണം. ഇതിൽ വലിയ ജോലിയൊന്നുമില്ല, നമുക്ക് ഒരു പാടുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന കറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, മീനില്ലാത്ത ദിവസം കൊഞ്ചുപൊടിയും കൂമ്പും തോരനും. കൂമ്പ് കിട്ടുമെങ്കിൽ അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ കയ്യിൽ കിട്ടുന്ന എന്ത് വെച്ച് വേണം നമുക്ക് കറികളുണ്ടാക്കാം. ഉണ്ടാക്കാനൊരു മനസ്സുണ്ടായിരുന്നാൽ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൊടിഞ്ഞു പോകരുത്, കുഴഞ്ഞു പോകും പൊടിഞ്ഞ. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചു വയ്ക്കാം. ഇത് വറ്റിട്ട് നമുക്കിവിടെ ഒന്ന് തുറന്ന് നോക്കാം. കത്തിരിക്കപ്പുളി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, പച്ച വെളിച്ചെണ്ണ 1.5 സ്പൂൺ, ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ എണ്ണ തോനെ ഉപയോഗിക്കും. എന്നിട്ട് നമുക്ക് പിച്ചിടണം. കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പതുക്കെ ഒന്ന് ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം. വെച്ച് നോക്കണം, ചെയ്തിട്ടില്ലാത്തവർ വെച്ച് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കോഴി ഇറച്ചിയും മീനും മാത്രമല്ലേ കഴിക്കുന്നത്. ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. പണ്ടുള്ളവരുടെ കറിയാണ്, പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ. കത്തിരിക്കപ്പുളി ഇവിടെ റെഡിയായി.